ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചതേ ഇല്ല, ഇച്ചിരി ഡ്രസ്സിലെ മുങ്ങിപ്പോയി. വേൾഡ് വാർ എപ്പോഴും ഒരു ഭയങ്കര ടച്ചി സബ്ജക്റ്റ് ആണെങ്കിലും വേൾഡ് വാർ നമ്മുടെ ഐഡിയോളജീസിനെ മാത്രമല്ല നമ്മുടെ ഫാഷനിൽ വരെ നമ്മളെ നല്ലോണം ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുണ്ട്. ഡ്രസ്സ് എപ്പോഴും സോഷ്യൽ നോംസ് അല്ലെങ്കിൽ കറണ്ട് ട്രെൻഡ്സ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ. ബീങ് ഇച്ചിരി നല്ലോണം ക്ലോത്ത്സ് ശ്രദ്ധിക്കുന്ന ആള് വേൾഡ് വാർ എത്രത്തോളം നമ്മുടെ ഫാഷൻ ട്രെൻഡ്സിൽ ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. വേൾഡ് വാർ 1 മുമ്പേ ഫ്രാൻസ് ആയിരുന്നു ഇത് ഫാഷൻ ക്യാപിറ്റൽ. അമേരിക്കൻ വുമൺ മൊത്തം നോട്ടം ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഡിസൈനേഴ്സിലായിരുന്നു. ഇനി ഫ്രാൻസിലാണെങ്കിൽ ഇത് സിഞ്ച്ഡ് വേസ്റ്റ്, കോർസെറ്റ് ഇതൊക്കെയായിരുന്നു ആ ടൈമിൽ ഫാഷൻ. ഇനി ആണുങ്ങളിലാണെങ്കിലും കട്ട് വേ ജാക്കറ്റ്, ടോപ്പ് ഹാറ്റ്, വാക്കിംഗ് സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളും. എന്നാൽ വാർ വന്നതോടെ ഇതെല്ലാം മാറി. പിന്നെ അങ്ങോട്ട് ഈ ക്ലോത്ത്സിന്റെ ഇൻഫ്ലുവൻസ് ഫ്രാൻസിൽ നിന്നായിരുന്നില്ല, ഈ മെൻസിന്റെ കവറോൾ, ഓവറോൾ അങ്ങനത്തേനായി. ഫീമെയിൽസ് എത്രത്തോളം കൂടുതൽ ഇൻഡസ്ട്രി വർക്ക്സിലോട്ട് ഇറങ്ങിയോ അത്ര തന്നെ പെട്ടെന്ന് പുതിയ ഷോർട്ടർ സ്കേർട്സ് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ പാച്ച്ഡ് പോക്കറ്റ്സ്, ഡബിൾ പ്ലീറ്റ്സ് എല്ലാം പോയിട്ട് അധികം ക്ലോത്ത്സ് ഉപയോഗിക്കാത്ത തരം ഡ്രസ്സിലോട്ടായി മാറ്റം. അതുകൊണ്ട് തന്നെ ഹീൽസിന്റെ വലുപ്പം 1.5 ഇഞ്ചിന് കുറയാനും തുടങ്ങി. മിലിറ്ററി സ്റ്റൈൽ സാധാരണക്കാരിലും അവരുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. മെൻ്റെ സിലുവറ്റ് മാറിയിട്ട് ഷോൾഡർ പാഡ്സ്, നാച്ചുറൽ ബേസ്, സ്ട്രെയിറ്റ് ഷർട്ട്സ് ഇതൊക്കെ ഭയങ്കര കോമൺ ആയി തുടങ്ങി. എത്രത്തോളം സിവിലിയൻസിലെ ഡ്രസ്സ് ഭയങ്കര ഫോമലായോ അത്രത്തോളം യൂണിഫോംസ് കാഷ്വൽ ആയി തുടങ്ങി. സോൾജേഴ്സ് കൂടുതലും ഡ്രസ് യൂണിഫോംസ് അല്ലെങ്കിൽ ബോംബർ ജാക്കറ്റ് കൂടുതൽ സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. വാർ ഫാഷൻ ഒരു മാറ്റാൻ പറ്റാത്ത ചേഞ്ചാണ് കൊണ്ടുവന്നത്. ഡ്രസ്സിങ് കൂടുതൽ പ്രാക്ടിക്കലായി, ബിക്കിനീസ് ഇൻട്രൊഡ്യൂസ് ആയി, മെന്നിൻ്റെ ക്ലോത്തിങ് എന്ന കോൺസെപ്റ്റേ മാറി. 1947 ഫ്രഞ്ച് അവരുടെ ദ ഇൻഫേമസ് ന്യൂ ലുക്ക് ഇൻട്രൊഡ്യൂസ് ആക്കിയിരുന്നെങ്കിലും അപ്പോഴേക്കും അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഫാഷൻ എന്നൊരു കോൺസെപ്റ്റേ അവർ അതിന് കാരണം മാറ്റിമറിച്ചിരുന്നു. വാർ നമ്മുടെ സമൂഹത്തിൽ കുറേ ഡെവസ്റ്റേറ്റിംഗ് ലോങ് ലാസ്റ്റിംഗ് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു ചെറിയ ഇമ്പാക്റ്റ് മാത്രമായിരുന്നു ഫാഷൻ.